ഇയാൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കിയെങ്കിലും നെറ്റിയിൽ മായ്ക്കാൻ പറ്റാത്തൊരു വെട്ട് കണ്ടു. പക്ഷേ അത് അയാൾക്ക് മാത്രമേ കാണാമായിരുന്നുള്ളൂ. ഭാര്യയ്ക്കോ ഡോക്ടർമാർക്കോ കാണാൻ പറ്റിയില്ല. ആശുപത്രിയിൽ നിന്നിറങ്ങിയ അയാൾ അതേ കുരിശുള്ള മറ്റൊരു അപരിചിതനെ കണ്ട് ആശ്വാസത്തോടെ അയാളുമൊത്ത് മദ്യപിക്കാൻ പോയി. പിന്നീട് വർത്തമാനത്തിൽ ഒരു പ്രമുഖ വ്യക്തി മരിച്ച വാർത്ത കണ്ടപ്പോൾ മരിക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തിന്റെ നെറ്റിയിലും കുരിശുണ്ടായിരുന്നതായി അയാൾ ഓർത്തു. ഉടൻ തന്നെ പുതിയ കൂട്ടുകാരനെ വിളിച്ചെങ്കിലും അയാൾ തലേന്ന് മരിച്ചെന്ന് ഭാര്യയിൽ നിന്നറിഞ്ഞു. ആ ശവസംസ്കാരത്തിന് പോയപ്പോൾ തന്റെ നെറ്റിയിലെ കുരിശ് അപ്രത്യക്ഷമായത് കണ്ട അയാൾ അത് മരണത്തിന്റെ ലക്ഷണമാണെന്ന് ഉറപ്പിച്ചു. അതിനാൽ ഭാര്യയ്ക്കും മകൾക്കുമായി വലിയൊരു ഇൻഷുറൻസ് എടുത്തുകൊടുത്ത് ഓരോ ദിവസവും അവസാനത്തെ എന്നോണം ജീവിക്കാൻ തുടങ്ങി. ഒരു ദിവസം സബ്വേയിൽ കയറിയപ്പോൾ അവിടെയുള്ള എല്ലാവരുടെയും നെറ്റിയിൽ കുരിശ് കണ്ട് ട്രെയിൻ അപകടത്തിൽപ്പെടാൻ പോകുകയാണെന്ന് മനസ്സിലാക്കി അയാൾ പുറത്തിറങ്ങി. എന്നാൽ സ്റ്റേഷനിലെ ജീവനക്കാർക്കും പുറത്തുള്ള എല്ലാവർക്കും ആ കുരിശു ഉണ്ടായിരുന്നു. അത് വലിയൊരു ദുരന്തത്തിന്റെ സൂചനയാണെന്ന് മനസ്സിലാക്കി അയാൾ വേഗം വീട്ടിലെത്തിയപ്പോൾ ഭാര്യയുടെയും മകളുടെയും നെറ്റിയിലും കുരിശ് കണ്ടു. ആ സമയം ടിവിയിൽ ഭൂകമ്പത്തെ തുടർന്ന് അടുത്തുള്ള പ്ലാന്റിൽ രാസചോർച്ചയുണ്ടായെന്നും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും അധികാരികൾ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ സംസാരിച്ച ഉദ്യോഗസ്ഥന്റെ നെറ്റിയിലും ആ കുരിശുണ്ടായിരുന്നു.